ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്റർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള ഡെയിലി വേജസ് ടീച്ചർ വേക്കൻസി അപ്ഡേറ്റ്സും ആയിട്ടാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പൊ ഡെയിലി വേജസ് ആയിട്ട് നമ്മൾ പോവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കേട്ടിട്ട് നിർബന്ധമാണ് അല്ലെ. അപ്പൊ TTCയും ബിഎഡും കഴിഞ്ഞവരാണ് കേട്ടിട്ട് ക്വാളിഫൈഡ് ആയ നമ്മൾ ഉറപ്പായും ഒരു സ്കൂളിൽ, ഒരു പ്രൈവറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ ഡെയിലി വേജസ് വേക്കൻസികൾ നോക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലെ. എന്നാൽ ഈ തിരക്കുകൾക്കിടയിലും നമുക്ക് പഠിക്കാനുള്ള സമയം കൂടെ നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അടുത്ത LPUPയുടെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും കണക്കിലെടുക്കേണ്ട. ഉടൻ തന്നെ നിയമനങ്ങളെല്ലാം പുനരാരംഭിക്കും. ഒരുപാട് പേർക്ക് റാങ്കുകൾ ലഭിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഉയർന്ന റാങ്കിലേക്ക് എത്തിയാലേ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകണം എന്ന നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വപ്നം പൂവണിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സാഹചര്യം മനസ്സിലാക്കുക, നന്നായി വർക്ക്ഔട്ട് ചെയ്യുക, നല്ലൊരു റാങ്കിലേക്ക് എത്തിയാൽ എന്താണെങ്കിൽ എത്രയും പെട്ടെന്ന് നിയമനം ലഭിക്കും. ഓക്കെ, അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ്. ഉറപ്പായിട്ടും അതിനുള്ള സൊല്യൂഷൻസ് ആവും. നമ്മുടെ സഹോദരങ്ങൾ, നമ്മളോടൊപ്പം പഠിച്ച നമ്മുടെ കുട്ടികളൊക്കെ തന്നെയാണ് അവിടെ പോയി നല്ലൊരു റാങ്കിലേക്ക് എത്തിയിട്ടും സമരങ്ങളും കാര്യങ്ങളും കൊണ്ട് പോകുന്നത് അറിയാം. എന്നിരുന്നാലും അത് കണ്ടുകൊണ്ട് പഠിക്കാതിരിക്കരുത്. പഠനം ആരംഭിച്ചാലേ അടുത്ത റാങ്ക് ലിസ്റ്റിൽ നല്ല നല്ല നിയമനങ്ങൾ വരുമ്പോൾ റിട്ടയർമെന്റ് വേക്കൻസികൾക്ക് അനുസരിച്ച് അത് ഫില്ല് ചെയ്ത് പോകും. അതേപോലെ തന്നെ ഇപ്പൊ അതേ റേഷ്യോ ചേഞ്ച് ചെയ്യാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോയിൽ മാറ്റം വരുമ്പോഴും ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ കേഡറ്റിന്റെയും LPUPയുടെയും പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537087 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ വേക്കൻസികൾ നോക്കാം. കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് ഓൾ കേരള വേക്കൻസി ചാനൽ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. തിരുവനന്തപുരം കഴക്കൂട്ടം ജ്യോതിസ് സെൻട്രൽ സ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുകളിലേക്കുള്ള യോഗ്യത ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം, പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന വരുന്നുണ്ട്. അവരുടെ മെയിൽ ID താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും അവരുടെ മെയിൽ ID നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഒഴിവിലേക്ക് താൽക്കാലിക ഒഴിവുകളിലേക്ക് കൂടിക്കാഴ്ച 21, 22 തീയതികളിൽ രാവിലെ 10 മണിക്ക് നടക്കുന്നതാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ മാത്തമാറ്റിക്സ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഫിസിക്സ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ലെക്ചറർ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ലെക്ചറർ എന്നീ ഒഴിവുകളിലേക്ക് അഭിമുഖം 21. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡെമോൺസ്ട്രേറ്റർ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡെമോൺസ്ട്രേറ്റർ എന്നീ തസ്തികകളിലേക്ക് 22-ാം തീയതിയാണ് ഇന്റർവ്യൂ നടക്കുന്നത്. കൊട്ടാരക്കര മുട്ര ഗവൺമെന്റ് VHSC HSS ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 22-ാം തീയതി നടക്കുന്നതാണ്. കോയിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്നതാണ്. അമ്പലപ്പുഴ കരുമാടി KK കുമാരപിള്ള സ്മാരക ഗവൺമെന്റ് ഹൈസ്കൂൾ വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ചൊവ്വാഴ്ച 10:30 ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. നെടുമുടി ആറ്റുവാൻതല ഗവൺമെന്റ് LPSC താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് വ്യാഴാഴ്ച 10:30 ഇന്റർവ്യൂ ഉണ്ടാവുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. മാവേലിക്കര കുന്നം ഗവൺമെന്റ് HSS കായിക അധ്യാപക താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. മാവേലിക്കര ഇറവങ്കര ഗവൺമെന്റ് VHSS ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് കായികം അധ്യാപക തസ്തികകളിലേക്ക് താൽക്കാലിക ഒഴിവുകളുണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത്. കോട്ടയം നാടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വർക്കിംഗ് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അഭിമുഖങ്ങൾ നടക്കുന്നുണ്ട്. അഭിമുഖം 20-ാം തീയതിയാണ് നടക്കുന്നത്. നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ലെക്ചർ തസ്തികയിലേക്കും ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. പ്രസ്തുത വിഷയത്തിൽ 1-ാം ക്ലാസ് BTech ആണ് യോഗ്യത. അഭിമുഖം 21-ാം തീയതി 10:30 നടക്കുന്നത്. പാമ്പാടി പൊൻകുന്നം വർഗീസ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 10:30 നടക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഹാജരാകേണ്ടതാണ്. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPSC തസ്തികയിലേക്ക് ഒരു അധ്യാപികയുടെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 10:30 നടക്കുന്നുണ്ട്. തൊടുപുഴ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂരിന് കീഴിലുള്ള കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നു. MArch അല്ലെങ്കിൽ MSc ഇന്റീരിയർ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 31-ന് വൈകിട്ട് 5 മണിക്ക് മുൻപായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ PO കിഴുന്ന
തോട്ടട, കണ്ണൂർ 7 എന്ന വിലാസത്തിൽ തപാൽ മുഖേന നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാം. കൊച്ചി സെന്റ് തെരേസാസ് കോളേജ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിഭാഗത്തിൽ മാനേജ്മെന്റ് ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവുകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ 23 രാവിലെ 9:30 നടക്കുന്നതാണ്. മൂളൂർക്കര NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഗാന്ധിയൻ സ്റ്റഡീസ് വിഷയത്തിൽ HSS സീനിയർ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ഓഗസ്റ്റ് 3 രാവിലെ 10 മണിക്ക് നടക്കുന്നതാണ്. കോട്ടില GHSS HLP വിഭാഗത്തിൽ അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 21 10 മണിക്ക്, UP വിഭാഗം അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 11 മണിക്കും നടക്കുന്നതാണ്. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 20 നടക്കാനിരുന്ന HSST ഫിസിക്സ് അധ്യാപക ഒഴിവുകളിലെ അഭിമുഖം മാറ്റിവെച്ചിട്ടുണ്ട്. കൊട്ടിയൂർ തലക്കാണി ഗവൺമെന്റ് UP സ്കൂളിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി അഭിമുഖം 21 രാവിലെ 11 മണിക്കാണ് നടക്കുന്നത്. പാലാവയൽ തലേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് അഭിമുഖം 21 രാവിലെ 10 മണിക്കും, മേൽപ്പറമ്പ് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST കെമിസ്ട്രി സീനിയർ അഭിമുഖം 20 രാവിലെ 10 മണിക്കുമാണ് നടക്കുന്നത്. വെച്ചുച്ചിറ സർക്കാർ പോളിടെക്നിക് കോളേജിൽ ലെക്ചർ ഇൻ മാത്തമാറ്റിക്സ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. 22 രാവിലെ 10 മണിക്ക് അഭിമുഖങ്ങൾ നടക്കും. കല്ലുപാറ ഗവൺമെന്റ് ഹൈസ്കൂൾ HST ഇംഗ്ലീഷ് തസ്തികയിലേക്കുള്ള അഭിമുഖം 21 രാവിലെ 10:30 നടക്കുന്നത്. ഏഴംകുളം നെടുമൺ ഗവൺമെന്റ് VHSS ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുകളിലേക്ക് താല്പര്യമുള്ളവർക്ക് 22 11 മണിക്ക് ഇന്റർവ്യൂ ഹാജരാകാവുന്നതാണ്. പന്തളം മങ്ങാരം ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവുകളിലേക്ക് 20 10 മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത്. പന്തളം തോട്ടക്കാണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുകളിലേക്ക് 22 11 മണിക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. മാവേലിക്കര ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11 മണിക്കും, മാവേലിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് ബുധനാഴ്ച രാവിലെ 11 മണിക്കുമാണ് ഇന്റർവ്യൂ നടക്കുന്നത്. പെരുമ്പുള്ളിച്ചിറ പഞ്ചായത്ത് LP സ്കൂളിൽ LPST അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്നുണ്ട്. തൊടുപുഴ വെള്ളത്തൂവൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം സീനിയർ അധ്യാപക ഒഴിവുകളിലേക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. പെരുമ്പാവൂർ വെങ്ങോല ശാലോം VHS വൊക്കേഷണൽ ഇലക്ട്രോണിക്സ് അധ്യാപക ഒഴിവുകളിലേക്ക് 23 ഇന്റർവ്യൂ 11 മണിക്ക് നടക്കുന്നുണ്ട്. കോലഞ്ചേരി കക്കാട്ടുപാറ ഗവൺമെന്റ് LP സ്കൂളിൽ LPST താൽക്കാലിക ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ ജൂലൈ 20 ഉച്ചയ്ക്ക് 2:30 കൂടിക്കാഴ്ചയ്ക്കായി ഹാജരാകേണ്ടതാണ്. മൂളൂർക്കര NSS ഹയർ സെക്കൻഡറി വിഭാഗം മാത്തമാറ്റിക്സ് മുനിയർ വിഷയത്തിൽ അധ്യാപക ഒഴിവുകളിലേക്ക് അഭിമുഖം 30 രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. പേരാമ്പ്ര ആവള GMLP സ്കൂൾ LP ജൂനിയർ അറബിക് ഫുൾ ടൈം തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കും. കൂടിക്കാഴ്ച 20 നടക്കുന്നത്. കൊയിലാണ്ടി നടുവത്തൂർ ശ്രീ വാസുദേവാശ്രമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഇംഗ്ലീഷ് വിഷയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. 29 10 മണിക്കാണ് ഇന്റർവ്യൂ നടക്കുക. കുറ്റിക്കോൽ ഗവൺമെന്റ് ഹൈസ്കൂൾ HST ഇംഗ്ലീഷ് അഭിമുഖം 21 രാവിലെ 10 മണിക്ക്. പൊയിനാച്ചി തെങ്ങിൻ പടമ്പ് ഗവൺമെന്റ് UP സ്കൂൾ UPST മലയാളം അഭിമുഖം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും. തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ UPST മലയാളം അഭിമുഖം 22 രാവിലെ 11 മണിക്കുമാണ് നടക്കുന്നത്. കാസർഗോഡ് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് ഇപ്പൊ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഡെയിലി ഇത്തരത്തിലുള്ള ഡെയിലി വേജസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനൽ ലിങ്കും കൂടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യാം. മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്